സ്വാതന്ത്ര്യ സമരകാലത്ത് ടിപ്പുവിന്റെ പടയോട്ടങ്ങളുടെ കുതിരക്കുളമ്പടി കേട്ട നാട്, വിക്ടോറിയ കോളേജും കൽപ്പാത്തി രഥോത്സവം മുലുങ്ങുന്ന ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള നഗരം പാലക്കാട്. നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയും കുറച്ചധികം വർഷങ്ങളായി നടക്കുന്ന ത്രികോണ മത്സരങ്ങളുടെയും നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലൊന്ന്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് UDFന്റെ രമേശ് പിഷാരടിയും LDFന്റെ NMR റസാഖും BJPയുടെ ശോഭാ സുരേന്ദ്രനുമാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊന്നും ചിത്രത്തിലേ ഇല്ലായിരുന്നു CPM. ഇത്തവണ അവിടുത്തെ തന്നെ നാട്ടുകാരനായ NMR റസാഖിനെ മത്സരിപ്പിക്കുന്നതിലൂടെ വീണ്ടും കളം പിടിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ UDF നേതാക്കന്മാരെല്ലാം വില കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന് ആക്ഷേപിച്ചപ്പോൾ NMR റസാഖ് വേറിട്ട രീതിയിൽ ശ്രദ്ധേയനാവുകയായിരുന്നു. BJPയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് സംസ്ഥാനത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വനിതാ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് മത്സരിപ്പിക്കുന്നു. നിലവിലെ സിറ്റിംഗ് സീറ്റായ കോൺഗ്രസിന്റെ സീറ്റിന് വേണ്ടി മത്സരിക്കുന്നത് രമേശ് പിഷാരടിയാണ്. പിഷാരടിയെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് കുറച്ച് വിമർശനവും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരു അഖിൽമാരാറെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയല്ല രമേശ് പിഷാരടി. കൃത്യമായ പൊളിറ്റിക്സ് പറയുന്ന വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെന്ന് പല കാര്യങ്ങളുടെയും രമേശ് പിഷാരടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പാലക്കാട് നടക്കാൻ പോകുന്ന കൃത്യമായ ത്രികോണ മത്സരം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ പാലക്കാട് നിന്ന് ആര് വിജയിച്ചു കയറാനാണ് സാധ്യത?